എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രുചി ഒട്ടും നഷ്ടപ്പെടാതെ ഇടിച്ചക്ക കൂടുതൽ നാളത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള രീതിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇടിച്ചക്കയുടെ സീസണാണ്. ഇടിച്ചക്ക ഇഷ്ടം പോലെ കിട്ടും. ഇടിച്ചക്ക പെട്ടെന്നാണ് അതിൻ്റെ പാകം തെറ്റി മൂത്ത ചക്കയായിട്ട് മാറുന്നത്. ആ ഒരു പാകത്തിൽ തന്നെ നമ്മൾ ഇടിച്ചക്ക ഉണ്ടാക്കി കഴിക്കണം. ഇടിച്ചക്ക ഉള്ള സമയത്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ വേണ്ട സമയത്ത് നമുക്ക് തോരനോ കറിയോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ യാതൊരു ടേസ്റ്റിലൊന്നും വ്യത്യാസമില്ലാതെ ഇടിച്ചക്ക കൂടുതൽ നാളത്തേക്ക് എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുന്നത് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഇടിച്ചക്ക കൂടുതൽ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇടിച്ചക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്നുള്ള രീതി കാണിച്ചു തരാം. ഒന്നാമത്തെ രീതി നോക്കാം. ചക്ക മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത് നല്ലപോലെ തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് ചക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നേരം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചക്ക വേവിക്കാൻ വെച്ചിട്ട് ഇവിടെ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചക്ക കോരിയിട്ട് ഒരു അരിപ്പപ്പാത്രത്തിലേക്ക് മാറ്റാം. ഒരുപാട് അങ്ങോട്ട് വെന്ത് പോവരുത്. ഒരു മാക്സിമം ഒരു 2-3 മിനിറ്റ് മാത്രമേ നമ്മൾ വേവിക്കാൻ പാടുള്ളൂ. ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആദ്യം വേവിച്ച ചക്ക നല്ല പോലെ തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാ സ്റ്റോർ ചെയ്യാൻ നോക്കാം. സ്റ്റോർ ചെയ്യാനായിട്ട് ഞാനിതാ ഇവിടെ ഒരു സിപ്ലോ കവർ എടുത്തിട്ടുണ്ട്. അപ്പൊ സിപ്ലോ കവറിലേക്ക് ചക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചക്ക കഷ്ണങ്ങൾ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കവറിന്റെ എയർ ഒന്ന് കളഞ്ഞെടുക്കണം. നല്ല പോലെ ഒന്ന് എയർ കളഞ്ഞെടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് എയർ ഒന്ന് കളഞ്ഞെടുക്കാം. അതിനുശേഷം എയർ പോയി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ? അപ്പൊ ഇനി നമുക്കിത് ഫ്രിഡ്ജിലല്ല ഫ്രീസറിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ചക്കക്കറിയോ അല്ലെങ്കിൽ മസാലക്കറി സാമ്പാറിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ തോരനൊക്കെ ഉണ്ടാക്കേണ്ട സമയത്ത് നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് 6 മാസം ആയാലും ചക്ക കേടൊന്നും വരില്ല. അപ്പൊ ചക്കയുടെ രുചിയും അതുപോലെ തന്നെ അതിന്റെ കളറൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടും. അപ്പൊ ഈ ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ചക്ക ഫ്രീസറിലോട്ട് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിലല്ല ഫ്രീസറിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇടിച്ചക്ക കൂടുതൽ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇടിച്ചക്ക ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. ഏത് വലിപ്പത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് നോക്കാം. രണ്ടാമത്തെ രീതി ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ചക്ക മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടാവണം. ചക്കയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകണ്ട. ഏകദേശം ഒരു 90% വെന്ത് കിട്ടണം. ചക്ക വേവാൻ വെച്ചിട്ട് ഇവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. വെന്തെന്ന് അറിയാൻ വേണ്ടി ഒരു കത്തിയോ അല്ലെങ്കിൽ ഫോർക്കോ എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും ചക്ക വെന്തിനൊന്ന്. ഇപ്പൊ ഏകദേശം ഒരു 90% തന്നെ ചക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് കൂടുതൽ വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുക്കണം. അപ്പൊ കൂടുതൽ കാലത്തേക്ക് നമുക്ക് ചക്ക സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ചക്കയില് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. തണുത്ത് വരട്ടെ. രണ്ടാമത് വേവിച്ച ചക്കയും നല്ല പോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതും സിപ്ലോ കവറിലേക്ക് മാറ്റാം. അതിനായിട്ട് ഇതൊരു സിപ്ലോ കവർ എടുത്തിട്ടുണ്ട്. ചക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ചക്ക സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇതുപോലെ എടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഈ കവറിലെ എയർ കംപ്ലീറ്റ് ഒന്ന് കളഞ്ഞെടുക്കാം. എയർ കളഞ്ഞ ശേഷം നല്ല പോലെ തന്നെ ഇതിന്റെ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇടിച്ചക്ക നമ്മൾ ഇതുപോലെ ചെയ്തെടുത്താൽ പുറത്തേക്കൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാവുന്നതാണ്. ഒട്ടും തന്നെ കേടും വരില്ല, രുചിയും നഷ്ടപ്പെടില്ല. അപ്പൊ ഈ ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇടിച്ചക്ക ഉള്ള സമയത്ത് നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ വേണ്ട സമയത്ത് തോരനോ കറിയോ ഒക്കെ ഉണ്ടാക്കാം. യാതൊരു ടേസ്റ്റിലും വ്യത്യാസമൊന്നും ഇല്ലാതെ തോരനോ മസാലക്കറിയോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ ചക്ക സൂക്ഷിച്ചു വെച്ചാൽ 1 വർഷം വരെ കേടൊന്നും വരില്ല.
അപ്പൊ ഈ ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ 1 വർഷം വരെ കേടുകൂടാതിരിക്കുന്ന ഒരു രീതിയാണിത്. ഇടിച്ചക്ക കൂടുതൽ കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാനുള്ള 2 രീതികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒന്നും മറന്നു പോകരുത്. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.